ഹലോ മൈഗേസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറച്ചായി വീഡിയോ കേട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം എല്ലാ വ്ളോഗർമാർക്കും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്ററായിട്ടും അതുപോലെ തന്നെ വീഡിയോഗ്രാഫേഴ്സും അടക്കമുള്ള ഒരു പ്രൊഡക്റ്റാണ് DJI Osmo മൊബൈൽ. ഞാൻ പർച്ചേസ് ചെയ്തത് DJI Osmo മൊബൈൽ 7P ആണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണാം. അപ്പം ഗൈസ്, ഇതാണ് പ്രൊഡക്റ്റ് DJI Osmo മൊബൈൽ 7P. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇവിടെ ഒരു സീൽ ഉണ്ടാവും. ആ സീൽ ഓൾറെഡി ഞാൻ പൊളിച്ചതാണ്. ഞാൻ ഓൾറെഡി ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തുറക്കാം. എൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്താണ് നമ്മളെ DJI Osmo മൊബൈൽ 7Pയുടെ മൊഡ്യൂൾ വരുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ ട്രാക്കിംഗ് മൊഡ്യൂൾ. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് സാധനം. ഇവിടെ 2 കേബിളുണ്ട്. ഒന്ന് നമ്മുടെ ഓസ്മോ മൊബൈൽ ജിംബൽ എന്നും പറയും, ഗിംബൽ എന്നും പറയും. ഞാൻ ഗിംബൽ എന്ന് പറയല്. ഗിംബലിൻ്റെ വയറാണിത്. അടുത്തത് ഇത് നമ്മുടെ മൊഡ്യൂളും ഗിംബലുമായിട്ട് കണക്ട് ചെയ്യേണ്ടിയിട്ടുള്ളൊരു വയറാണ്. എന്നുവെച്ചാൽ എന്ത് കണക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, എന്നാലും എന്തോ ഒരു കണക്ട് ചെയ്യുന്നൊരു വയറാണ്. നമ്മളെ ഗിംബലിൻ്റെ ഒരു ഫോൺ വെക്കുന്ന നമ്മളെ ഒരു ഭാഗമാണ്. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ. ഇത് നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് സാധനം. ഇത് ലൈറ്റാണ്. ഇതാണ് ട്രാക്ക് ചെയ്യുന്ന ഒരു സെൻസർ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇതും ഗിംബലുമായിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പം അടുത്തത് അതിൻ്റെ ഫോൺ ഹോൾഡറാണ്, ഫോൺ വെക്കുന്നത്. DJI. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, ഗിംബൽ. ഇതാണ് സാധനം. അൺബോക്സ് ചെയ്യാം. അടിപൊളി സാധനം, നല്ല ക്വാളിറ്റി ആട്ടോ. ഇതാണ് സാധനം വരുന്നത്. യൂസർ മാനുവലാണിത്. മൂന്ന് പേപ്പേഴ്സാണ് ഉള്ളത്. ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡാണ്. ആൻഡ്രോയിഡിൻ്റെയും അതുപോലെ തന്നെ iOS-ൻ്റെയാണ് ഇത്. ഇതാണ് നമ്മുടെ ഇതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്ന മാനുവൽ. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ വാറണ്ടി പേപ്പറാണ്. അപ്പം നമ്മുടെ ഗിംബൽ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ നോക്കാം. ഇതിനിടയിൽ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട്. അത് വലിച്ച് കഴിഞ്ഞാൽ വെക്കുകയൊക്കെ ചെയ്യാം. തന്നെ അങ്ങോട്ട് ഓക്കെ. ഇനി നമുക്ക് ഈ സാധനം ഇമെയിൽ ഫിറ്റ് ചെയ്യണം. അതിന് നമുക്ക് ആദ്യം ഫോൺ വെക്കണം. ഞാൻ ഫോൺ എടുത്തു. ഫോണ് ഈ ഒരു ഇതുണ്ടല്ലോ, അത് ഫോണിൻ്റെ ക്യാമറക്ക്
കറക്റ്റായിട്ടാണ് വരേണ്ടത്. കുറച്ച് റെഡിക്ക് നടുവിലാണ്, സെൻറ്ററിലാണ് ഇത് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്കിത് മുടിയോളം കൂടിയും വെച്ച് കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെ പോരുമൊന്നുമില്ല, ഈ ലോക്ക് ബട്ടണാണ്, നോക്കിയാലാണെങ്കിൽ പോകും. ഓക്കെ, ഇത് നമുക്കിനി ഗിംബൽമിലേക്ക് പ്രൊഡക്റ്റ് വെച്ച് കൊടുക്കാം. സാധനം ഓണായിട്ടുണ്ട്, ഗിംബൽ ഇപ്പോൾ ഓണായിട്ടുണ്ട്. അപ്പം ഗൈസ് നമുക്ക് ഇങ്ങനെയാണ് വീഡിയോ എടുക്കുക. കുറച്ച് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ പറ്റി പറഞ്ഞുതരാം. ഈ M എന്നുള്ളത് മോഡ് ചേഞ്ച് ചെയ്യുന്നതാണ്. ലോങ് പ്രസ് ചെയ്താൽ ഓഫ് ആവുകയും ചെയ്യും. ഇതൊരു മോഡാണ്. അടുത്തൊരു മോഡ്, അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അടുത്തൊരു മോഡ് ഇത്. അപ്പോൾ നമുക്കിനി ഇത് പെട്ടെന്നൊന്ന് നേരെ ആക്കണം. ഒന്നുകൂടെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഡബിൾ ടാപ്പ് ചെയ്താൽ സാധനം സെൻറ്ററിലായി. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് മൊഡ്യൂൾ എങ്ങനെ വർക്ക് ചെയ്യാൻ നല്ലതാണ്. ബാക്കിലത്തെ ഈ ഒരു സ്വിച്ച് തന്നെ ഒറ്റൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഗ്രീൻ കത്തും. അപ്പോൾ നമ്മളെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അത് ഒരു പ്രാവശ്യം കൂടി ഞെക്കി കഴിഞ്ഞാൽ ട്രാക്കിംഗ് ഓഫായി. നേരെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെക്കോർഡിങ് സ്വിച്ചാണ്. നോക്കിയാൽ നമ്മളെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ചെയ്യുമ്പോൾ തന്നെ അതിന് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടിയിലുണ്ട് ഒരു സ്വിച്ച്, അത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാവും. ഓക്കെ, അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്താൽ കുത്തനെയാവും. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സുകൾ. ഇനി ഇതിൻ്റെ ലൈറ്റ് എങ്ങനെ കത്തിക്കാൻ ഞാൻ പറഞ്ഞുതരാം. മൊഡ്യൂൾ മേലെ ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റ് കത്തിയിട്ടുണ്ട്. അടുത്തൊരു മോഡ്, അത് ലോങ് പ്രസ് ചെയ്താൽ അതും ഓഫ് ആവും. അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് ഹൈറ്റും കൂട്ടാം. നമുക്ക് ഇത്ര ഹൈറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇത്ര ഹൈറ്റിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പം നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ DJI Osmo Mobile 7P വാങ്ങിക്കുക. ഇപ്പം നമ്മുടെ DJI Osmo Mobile 7Pയുടെ അൺബോക്സിങ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.